കണ്ണട വെച്ചാൽ ബുദ്ധിജീവിയാകുമെന്ന് ആരോ പറഞ്ഞു കൊടുത്ത്, അതുകൊണ്ട് കണ്ണടയും വെച്ചുകൊണ്ട് ഇറങ്ങിയതാ. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഒരു കൃത്യമായ റോഡ് മാപ്പാണ് ഇന്ന് ധവളപത്രത്തിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നവലിബറൽ സാമ്പത്തിക വ്യവസ്ഥയുടെ കൃത്യമായ റോഡ് മാപ്പിനെ കുറിച്ചുള്ള വിശദീകരണത്തിന് മുമ്പായിട്ട് ഒന്ന് ചോദിച്ചോട്ടെ, തോറ്റ് തുന്നം പാടിയതിൻ്റെ രാഗം ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ പൊന്നിക്ക, നിങ്ങളൊരു കണ്ണട എടുത്ത് വെച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ വായിക്കൊള്ളാത്ത വർത്തമാനങ്ങളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? കണ്ണട ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിച്ചവിടെ വെക്കുന്നുണ്ട്, ഞാനൊരു ബുജിയാണ്, ബുദ്ധിജീവിയാണ്, എല്ലാവരും എന്നെ കേട്ടുകൊള്ളുക, ഞാൻ എന്തൊക്കെയോ വായിക്കൊള്ളാത്ത കാര്യങ്ങൾ പറയുകയാണ്, മനസ്സിലാകുന്നവർ ബോധം കെട്ട് വീഴുക, മനസ്സിലാകാത്തവർ അവിടെ പിടിച്ചു നിൽക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സിനിമയിൽ പറയുന്നത് പോലെ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാറാണ് എന്ന് പറയുന്നത് പോലെ അല്ല, സിനിമയിൽ പറയുന്ന പോലെ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാറാണ് എന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല. ചിലർ സ്വയം സൂര്യൻ എന്ന് പറയുന്നുണ്ട്, മൂർച്ചയുള്ള ഇരുമ്പ് കത്തികൾക്കിടയിൽ കൂടെ നടന്നുപോയ ആളെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വയം എന്തൊക്കെയാ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ ജീവിതത്തിൽ തന്നെ, ഉദാഹരണങ്ങൾ. അതുകൊണ്ട് സിനിമയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് സ്വയം രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ചിലരെ പോലെ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞെന്നാ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ് എന്നാണ്. അല്ല, ഇക്കായ്ക്ക് വല്ല പിടിയുണ്ടോ ഈ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന്? ആ ആശയം എന്താണ്, ആ തത്വചിന്ത എന്താണ് എന്നതിനെക്കുറിച്ച് വല്ല ധാരണയുമുണ്ടോ? സോഷ്യലിസ്റ്റ് ചായവുള്ള ആ തത്വചിന്ത, നെഹ്റുവിയൻ തത്വചിന്തയുടെ അടിസ്ഥാനം എന്തായിരുന്നു? അതിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു? എന്തൊക്കെ ചേരുമ്പോഴാണ് നെഹ്റുവിയൻ ലെഫ്റ്റ് ആകുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ വല്ല ധാരണയും ഉണ്ടായിട്ടായിരുന്നോ ഇരുന്നു പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് ധവളപത്രം അവതരിപ്പിക്കുമ്പോൾ കണ്ട വി.ഡി. സതീശൻ നെഹ്റുവിയൻ ലെഫ്റ്റ് അല്ല, റാവുവിയൻ റൈറ്റ് ആണ്. കണ്ണട വെച്ചതിൻ്റെ ഫലമുണ്ട് കേട്ടോ. അത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ വരുന്നു. നെഹ്റുവിയൻ ലെഫ്റ്റ് അല്ല, റാവുവിയൻ റൈറ്റ് ആണെന്നോ? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നുവേ? നരസിംഹറാവുവിനെയാണെന്ന് കണ്ടത്, നെഹ്റുവിനെ അല്ല. നരസിംഹറാവുവിനെയും മോഡിയെയുമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. അത് ശരി. വി.ഡി. സതീശൻ ധവളപത്രം അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടത് നരസിംഹറാവുവിനെയും മോഡിയെയും ആണല്ലേ? വേറെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നാ? നെഹ്റുവിയൻ ലെഫ്റ്റ് സിദ്ധാന്തമോ സാമ്പത്തിക സമീപനമോ അല്ല ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ധവളപത്രത്തിൽ നിഴലിച്ചു നിൽക്കുന്നത്. പിന്നെ എങ്ങനെ, എന്ത് നിഴലിച്ച് നിൽക്കുമെന്നായിരുന്നു അണ്ണം പ്രതീക്ഷിച്ചത്? നെഹ്റുവിയൻ ലെഫ്റ്റ് സംബന്ധിച്ച സാമ്പത്തിക സമീപനം എങ്ങനെയാണെന്ന, എങ്ങനെ ആയിരിക്കണം? അണ്ണൻ അറിയാമെങ്കിൽ അതൊക്കെ ഒന്ന് പറ. അല്ലാതെ അത് ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞതാ. അപ്പോഴേ ആ കണ്ണട അവിടെ വെച്ചതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവത്തുള്ളൂ. അല്ല, എനിക്ക് ഇക്കയോട് സ്നേഹത്തോടെ പറയാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ മുന്നിൽ ഒരു കോമാളി പരിവേഷമാണ് ഇക്കയ്ക്കുള്ളത്. അതിൻ്റെ ഇടയിൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ഇങ്ങനെ വായ തുറക്കേണ്ട കാര്യമുണ്ടോ? അറിവുള്ള വിഷയത്തിന് മാത്രം വായ തുറന്നാൽ പോരെ? അപ്പോൾ പിന്നെ ഏത് വിഷയത്തിന് വായ തുറക്കണം എന്നുള്ളത് സംശയമാണ്. പല വിഷയങ്ങളിലും അറിവുള്ള ആളാണെന്ന് പല ദൃശ്യങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലോട്ടൊന്നും കടക്കുന്നില്ല. 91 അധികാരത്തിലേറിയ നരസിംഹറാവു ഗവൺമെൻറ്റാണ് വലിയൊരു ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോയത്. എന്നാലും ഒരു ധവളപത്രം അങ്ങോട്ട് ഇറക്കിയപ്പോൾ എല്ലാത്തിൻ്റെയും പെടപെടപ്പ്, വാതുറന്ന് സംസാരിക്കാൻ അറിയാത്ത ആളുകൾ വരെ മാളത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തൊക്കെയോ ചിലയ്ക്കുന്നുണ്ട്. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഒരു കൃത്യമായ റോഡ് മാപ്പാണ് ഇന്ന് ധവളപത്രത്തിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നാട്ടുകാർ ഭൂരിപക്ഷം പേരും പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ വല്ല വർക്ക് വിസ തന്ന് ഗൾഫിലോട്ട് വല്ലതും പറഞ്ഞു വിട്ടാൽ നാട്ടിലെ പകുതി പ്രശ്നവും തീരുമെന്നാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ട് നിങ്ങളെ കൊണ്ട്. ഒരു നവലിബറൽ ക്യാന്യൂ വന്നേക്കുന്നു. 5 ലക്ഷം കോടി രൂപ കടം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ഇരുന്ന് പിന്നെയും നാക്കിട്ട് അടിക്കുന്നത് എന്നുള്ളതാണ്. ഭരിക്കാൻ അറിയത്തില്ലായിരുന്നു, സ്വന്തം പോക്കറ്റിലോട്ട്, എല്ലാവരുടെയും പോക്കറ്റിലോട്ട് എന്തെങ്കിലുമൊക്കെ ചെല്ലണമെന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളായിരുന്നു. എന്നിട്ട് ഇപ്പം ഇരുന്ന് മോങ്ങുകയാണ്. അടുത്ത ആളുകൾ, ഭരിക്കാൻ അറിയാവുന്നവർ കയറി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോങ്ങുകയാണ്. അതുപോലെ തന്നെ നിയമസഭയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്, ഇതൊന്നും അല്ല ഇതിൻ്റെ രീതികൾ. ആര്? ബാലഗോപാലൻ ചേട്ടൻ. ഈ രീതിയിലൊന്നും അല്ലായിരുന്നു ധവളപത്രം ഇറക്കേണ്ടത്. വേറെ നയങ്ങളുണ്ട്, ആ നയങ്ങളൊക്കെ അനുസരിക്കണമായിരുന്നു, അതിൻ്റെ ലംഘനമാണ് നടത്തിയെന്ന്. അപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാനാണെങ്കിൽ ഞങ്ങളെ ഇവിടെ കയറ്റി ഇരുത്തേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങൾ നിങ്ങളുടെ നയങ്ങളിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നയങ്ങളുണ്ട്, ചില പരിഷ്കാരങ്ങളൊക്കെ നടത്തിയെന്ന് വരും. നിങ്ങൾ എന്തിനാണ് അതിനൊക്കെ കയറി അഭിപ്രായം പറയുന്നത്? ഭരിക്കാൻ അറിയത്തില്ലായിരുന്നല്ലോ, എല്ലാം മുടിച്ചല്ലോ, ഇത്രയും ലക്ഷം കോടി രൂപ കടമാക്കിയല്ലോ, ഇനിയെങ്കിലും മിണ്ടാതിരിക്കാൻ വയ്യേ? നമ്മുടെ രാജ്യം തുടർന്ന് വന്നിരുന്ന വളരെ ഇക്വാളിറ്റിയിലേക്ക് എത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക പദ്ധതിയുണ്ട്. അഹിമിക്കയെ സംബന്ധിച്ച് ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ജനങ്ങളുടെ വായിരിക്കുന്ന എന്തെങ്കിലും 5-6 കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല എന്നുള്ളൊരവസ്ഥയാണെന്നാണ് തോന്നുന്നത്. അല്ല, സ്വയം ഇങ്ങനെ വിഡ്ഢിയാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ?
പൊതുമേഖലയെ തകർക്കുന്നതാണ്. പൂർണ്ണമായും മാർക്കറ്റ് ബേസ്ഡായ മാർക്കറ്റ് സെൻട്രിക്കായ ഒരു എക്കണോമിക് സിസ്റ്റത്തെയാണ് അത് വിഭാവനം ചെയ്തത്. ഏതോ തത്വചിന്തകനെ പോലെ സാമ്പത്തിക വിദഗ്ധനെ പോലെയൊക്കെയാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഉള്ള വിവരം വട്ടപൂജ്യ നമുക്കറിയാം. ഏതൊരാൾക്കും, എത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടുത്തെ ധവളപത്രം ഇറക്കിയത്. പക്ഷെ ഇവന്മാർക്ക് ആർക്കും അത് മനസ്സിലായിട്ടില്ല. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഒരു കൃത്യമായ റോഡ് മാപ്പാണ് ഇന്ന് ധവളപത്രത്തിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും കണ്ണടയൊക്കെ മെനക്കെട്ടെടുത്ത് ഫിറ്റ് ചെയ്തതല്ലേ റഹീമിക്ക. 5-6 ഇംഗ്ലീഷും കൂടെ പറഞ്ഞിട്ട് പോ, അല്ലെങ്കിൽ പ്രസംഗം മുഴുവൻ ഇംഗ്ലീഷിലായിക്കൊള്ളട്ടെ. ബോധം കെട്ട് വീഴുന്നവര് കുറേ നേരത്തേക്ക് റെസ്റ്റ് എടുക്കാൻ കണക്കിന് വീഴട്ടെന്ന്. ഇനിയിപ്പോൾ ധവളപത്രത്തിൽ പ്രതിഷേധിച്ച് എത്ര ദിവസത്തെ ഹർത്താലും സമരങ്ങളും ഒക്കെ ആണോ പ്ലാൻ ചെയ്യുന്നത്? കുറേ അവന്മാർ അടി കൊണ്ടതിൻ്റെയും ജയിലിൽ കയറിയതിൻ്റെയും ക്ഷീണം മാറുന്ന താമസമേ കാണുള്ളൂ. അടുത്തതിന് ഇറങ്ങി പുറപ്പെട്ടുള്ളൂ. ഏതായാലും പുതിയ ലുക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ബുദ്ധിജീവി തന്നെ. അതെ, ആരും കളിയാക്കരുത് കേട്ടോ. കണ്ണട വെച്ച് കോമാളിത്തരം പറയുമ്പോൾ ഒരു പ്രത്യേക ചന്തം ഉണ്ടെന്നേ.